അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസിന്റെ വാക്കുകൾ കോടതിയിൽ അങ്ങനെ പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ജഡ്ജി വരെ ഞെട്ടി. ആ രീതിയിലായിരുന്നു അവന്റെ സംഭാഷണം. ഒരു വക്കീലിനെ വെല്ലുന്ന രീതിയിലുള്ള സംഭാഷണം. ശരിക്കും കുഞ്ഞിക്കതിയും ഞെട്ടിപ്പോയി. ആന്റണി വക്കീലാണെങ്കിൽ അതിലേറെ. കുഞ്ഞിക്കതിയെ തരാമെന്നേറ്റ ആ ഒരു സ്വർണ്ണാഭരണം തരുമോ ഇല്ലയോ എന്ന ആശങ്കയിലായി പിന്നീട് ആന്റണി വക്കീൽ. പക്ഷേ കുഞ്ഞിക്കതിയ ഈ പ്രാവശ്യം ശരിക്കും ആകപ്പാടെ മൊത്തത്തിലങ്ങ് ടെൻഷനായിട്ടുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, ഇത്രയും പെട്ടെന്ന് അത് നവാസിനെ വായടുപ്പിച്ചു. പക്ഷേ പെട്ടെന്ന് ഷമ്മാസ് വന്നപ്പോൾ അവർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഓരോ തെളിവുകളും അവൻ നികത്തുമ്പോൾ ശരിക്കും കോടതിയാകെ മൗനം പാലിച്ചു. എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ, ശരിക്കും പെട്ടുപോലെ. എന്നാൽ അപ്പോഴേക്കും അതാ ജഡ്ജി വിധിക്കുന്നു. എവിടെ നിങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആ ഒരു തെളിവുകൾ കൂടി ഉടൻ ഹാജരാക്കൂ. എന്നാൽ ശരിക്കും നവാസും ഞെട്ടിപ്പോയി. എന്ത് തെളിവാണ് ഇനി ഷമ്മാസ് ഹാജരാക്കാൻ പോകുന്നത്? ശരിക്കും നവാസിനെയും കൊടുക്കുന്ന രീതിയിലുള്ള ചർച്ചകളായിരുന്നു അവിടെ നടന്നത്. എന്നാൽ എല്ലാവരും നോക്കി നിൽക്കെ അതാ ഷമ്മാസ് പുറത്തേക്ക് പോകുന്നു. ശരിക്കും ഞെട്ടിപ്പോവുകയാണ് കുഞ്ഞിക്കതിയെ. ഇനി എന്ത് തെളിവുമായിട്ടാണ് ഈ കാലമാടൻ വരുന്നത് എന്നുള്ള രീതിയിൽ ദേഷ്യത്തോടെ അതാ അവർ ഷമ്മാസിനെ നോക്കുന്നു. എന്നാൽ കോടതിയിലാകെ ഒരു ചർച്ചാ വിഷയം പോലെ പെട്ടെന്ന് ജഡ്ജി സൈലന്റ് എന്ന് പറഞ്ഞ് ചുറ്റിക കൊണ്ട് അടിക്കുന്നു. എന്തായിരിക്കും തെളിവ് കൊണ്ടുവരുന്നത് എന്ന് ആകാംക്ഷയോടെ അതാ നവാസും നോക്കി. കുഞ്ഞിക്കതിയും ദേഷ്യത്തോടെ, കാലമാടൻ എന്താണവൻ കൊണ്ടുവരുന്നത്? എല്ലാം ഒന്ന് റെഡിയായി, എനിക്ക് മോചനം കിട്ടി, നീതി കിട്ടണമെന്ന് വിചാരിച്ചു നിന്നതാണ്. അപ്പോഴേക്കും അവൻ ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ വീൽ ചെയറിൽ തള്ളിക്കൊണ്ടുവരുന്നു ഒരു സ്ത്രീയെ ഷമ്മാസ്. ശരിക്കും അവരെല്ലാവരും ഞെട്ടിപ്പോയി. എന്നാൽ നവാസും ഞെട്ടി. സൗദയോ? എന്നാൽ സൗദയെ കണ്ട നിമിഷം കുഞ്ഞിക്കതിയ അതാ ദേഷ്യം കൊണ്ട് പുലമ്പിപ്പോയി. അവർ പല്ലുറുമ്മി. ഈ പെണ്ണിനെയാണോ ഇപ്പൊ ഇവന് കൊണ്ടുവരുന്നത്? എല്ലാം പൊളിയും ഇനി. എന്നാൽ ഈ സമയം ജഡ്ജിയുടെ ചോദ്യം, ഇത് ആരാണ്? ഇത് എന്തിന്റെ തെളിവാണ്? സർ, ബഹുമാനപ്പെട്ട കോടതി ഇതറിയണം. അതായത് ഈ സ്ത്രീയെ ഈ രൂപത്തിലാക്കിയത് അതാ അവരാണ്, കുഞ്ഞിക്കതി എന്ന് പേരുള്ള സ്ത്രീ. ഇവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തൊക്കെയോ മെഡിസിൻസ് എല്ലാം കൊടുത്ത് ഇവരുടെ ഓർമ്മശക്തി നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഇവര്. അത് മാത്രമല്ല, എപ്പോഴും കോമ സ്റ്റേജിൽ കഴിയുന്ന രീതിയിൽ അത്രക്കും മോശമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സ്ത്രീ ഇവിടെ ജീവിക്കുന്നത്. ഇതിന് നീതിയില്ലേ സർ? ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ? ഒരാളെ മര്യാദക്ക് ജീവിക്കാൻ സമ്മതിക്കില്ലേ ഇവിടെ? ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിലില്ലേ? ഈ കേരളത്തിലില്ലേ? ഈ ജില്ലയിലില്ലേ? ഇവർക്ക് നീതി കിട്ടണം. അതെ, ഇവര് എന്താണ് ഇവർ ചെയ്തു എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ലേ? അതെ, അത്രക്കും മോശമായ രീതിയിൽ ഇവരെ ആക്കി തീർത്തു. തെളിവുകളെല്ലാം നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടും അവരുടെ കയ്യിലുള്ള ആ ഒരു സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു പെണ്ണിനെ ഇത്രക്കും ക്രൂരമായ രീതിയിൽ ഇവര് പീഡിപ്പിക്കുന്നത്. ശരിക്കും കോടതി അത് കാണുന്നു. എന്നാൽ കുഞ്ഞിക്കതിയക്ക് ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല. പറയൂ കുഞ്ഞിക്കതിയ, ഇത് നിങ്ങളുടെ ആരാണ്? ഇത് സാറേ, ഞാൻ ഓളെ നല്ല മട്ടത്തിൽ നോക്കിയതായിരുന്നു. ഓലന്നെയാണ് പീഡിപ്പിക്കപ്പെട്ടതും. ഓലന്നെ അതൊക്കെ ഇതിന്റെ ഏജന്റ്, ഞാനല്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇപ്പൊ ഇങ്ങനെ? ഓഹോ, അങ്ങനെയാണല്ലേ. എന്നാൽ നമുക്ക് ആ കക്ഷിയോട് തന്നെ ചോദിക്കാം. പക്ഷേ സാറേ, ഓൾക്കിനി മിണ്ടാൻ കഴിയൂല. ഓൾക്ക് മിണ്ടാനും കഴിയൂല, ഓൾക്ക് സംസാരിക്കും, ഒന്നിനും ഓൾക്ക് കഴിയൂല. ഓൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഓലെ പീഡനം കൊണ്ടായതാണ് എൻ്റെ കുട്ടി അങ്ങനെ. ശരിക്കും പീഡിപ്പിച്ചതാണ് ഓളെ ഭർത്താവ് തന്നെ. അതുകൊണ്ടാണ് ഓൾ ആകപ്പാടെ ടെൻഷനായി ഇങ്ങനെ ആയിട്ടുള്ളത്. കുഞ്ഞിക്കതിയുടെ വാദം. എന്നാൽ സൗദയോട് ചോദിക്കുന്നു, കുട്ടിയുടെ പേര് അവൾ എങ്ങനെയൊക്കെയോ പറയുന്നു, സൗദ എന്നുള്ളത്. പക്ഷേ അവളുടെ ഉമ്മയെ ഇതാരാണ് നിനക്കറിയുമോ എന്ന് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ കുഞ്ഞിക്കതിയെ കണ്ടതും അവൾ അതാ ഭയത്തോടു കൂടി പിന്മാറുകയാണ്. വേണ്ട, എനിക്ക് പേടിയാണ്. അവരെനിക്ക് കാണണ്ട. എന്നെ അവർ ഉപദ്രവിക്കും, എന്നെ കൊല്ലും. എനിക്ക് ജീവിക്കണം.
എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണം, എനിക്ക് പേടിയാണ്, എന്നെ പ്ലീസ് അവരെടുത്തേക്ക് എന്നെ കൊണ്ടുപോവല്ലേ എന്ന് പറഞ്ഞ് ആ പെണ്ണ് കരയുകയാണ് ചെയ്യുന്നത്. ശരിക്കും കോടതിയിലുള്ളവരെല്ലാം ഞെട്ടിപ്പോയി. അതെ, ആ സ്ത്രീയെ അത്രമാത്രം അവൾ ഭയക്കണമെങ്കിൽ, അത്രമാത്രം അവൾ പേടിക്കണമെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവുമല്ലോ. പറയൂ കുഞ്ഞിക്കദ്യ, നിങ്ങൾ എന്തൊക്കെയാണ് അവരെ ഉപദ്രവിച്ചത്? ഇല്ല, ഞാനൊന്നും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ഷമ്മാസ് ചോദിച്ചു, നിങ്ങൾ ഇവളെ ഉപദ്രവിച്ചിട്ടില്ലേ? ഇവളുടെ കാലുകളിൽ കാണുന്ന, കൈകളിൽ കാണുന്ന ആ ഒരു അടയാളങ്ങൾ, അതെല്ലാം എന്താണ്? നിങ്ങൾ അവളുടെ റൂമിൽ പൂട്ടിയിട്ടില്ലേ? ഞാനോ? എന്തൊക്കെയാ നിങ്ങളീ പറയണത്? നിങ്ങൾ ഇല്ലാത്ത ഓരോന്ന് പറയണ്ടട്ടോ എന്ന് പറഞ്ഞ് കുഞ്ഞിക്കതിയെ വിടുന്ന ലക്ഷണമേ ഇല്ല. എന്നാൽ ഈ സമയം അപ്പോഴേക്കും അതാ നജീബ് സാറിനെ വിളിക്കുന്നു നമ്മുടെ ഷമ്മാസ്. നിമിഷങ്ങൾക്കകം കുറച്ച് പോലീസുകാർ അങ്ങോട്ട് വന്നു. കാര്യം മറ്റൊന്നുമല്ല, സൗദയെ പൂട്ടിയിട്ടതും കെട്ടിയിട്ടതും അവർ നേരിൽ കണ്ടതാണ്. അന്ന് മാനസികമായിട്ട് ഓടിയിട്ട് കെട്ടിയിട്ടതാണ് എന്നായിരുന്നു അവരോട് പറഞ്ഞിരുന്നത്. പെട്ടെന്ന് കോടതിയിൽ അവർ പറഞ്ഞു, സർ, ഞങ്ങൾ കണ്ടതാണ് ഈ കുട്ടിയെ ഒരു റൂമിൽ കെട്ടിയിട്ടത്. അവളെ പൂട്ടിയിട്ട് വളരെയധികം ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഞങ്ങൾ ഒരു റൈഡിന് വേണ്ടി വന്നപ്പോഴാണ് ഈ ഒരു അവസ്ഥ കണ്ടത്. ഓക്കെ, അപ്പോൾ തെളിവുകളെല്ലാം ഓക്കെ. ശരിക്കും കുഞ്ഞിക്കതിയക്ക് ഭ്രാന്തി പിടിച്ച പോലെ. ഡി പെണ്ണെ, അന്ന് ഞാൻ കൊല്ലും ഇല്ലാത്തെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാൽ അവളുടെ ആ ഒരു വാക്കിന് മുമ്പിൽ ശരിക്കും സൗദ ഭയന്ന് പോകുകയായിരുന്നു. അവൾ നേരെ അതാ നവാസിന്റെ അടുത്തേക്ക് തന്നെ വരികയാണ്. എനിക്ക് പേടിയാണ് എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞ് ആ കുട്ടി ഭയത്തോടു കൂടി ശരിക്കും അതാ ഭർത്താവിന്റെ അരികിലേക്ക് വരുമ്പോൾ കുഞ്ഞിക്കദ്യ ദേഷ്യം കൊണ്ട് അതാ പുലമ്പുകയായിരുന്നു. ഇങ്ങനെയുണ്ടാവുമല്ലോ ഒരുത്തി, ഇത്രയധികം നോക്കിയിട്ട് എൻ്റെ വള വരെ വിറ്റിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലെ ബില്ലടച്ചത്. എന്നിട്ട് പോലും ഇത്ര ഒരു നന്ദിയില്ലാത്ത വർഗം, നീ ഒന്നും ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ലടി, നീ നിരകിക്കും, നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അതാ കുഞ്ഞിക്കതിയ അവിടെ ശാപവാക്കുകൾ മുഴക്കുന്നു. എന്നാൽ അത് കേട്ടപ്പോൾ അവിടുത്തെ ജഡ്ജി പറഞ്ഞു, ഇവിടെ ശാപവാക്കുകൾ മുഴിയേണ്ട ഒരു ആവശ്യവുമില്ല, ഇതൊരു കോടതിയാണ്. നിങ്ങൾ ആവശ്യമില്ലാത്തതൊന്നും ഇവിടെ സംസാരിക്കാൻ പാടില്ല. ഇവിടെ ചില കാര്യങ്ങളുണ്ട്, കേസിനാസ്പദമായ സംഭവങ്ങൾ, അത് മാത്രം നിങ്ങൾ ഇവിടെ വിശദീകരിക്കുക എന്നതിലുപരി അപ്പുറത്തേക്കൊന്നും നിങ്ങൾ വേറൊന്നും പറയണ്ട. പിന്നെ നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഒരിക്കലും ഇവിടെ നടക്കാൻ പാടില്ല. ഓക്കെ, എന്തൊക്കെ തന്നെയായാലും നിങ്ങൾക്കെതിരെയുള്ള തെളിവുകളും കാര്യങ്ങളുമെല്ലാം ഇവിടെ ഏകദേശം കിട്ടിക്കഴിഞ്ഞു. ഇനി അത് സബ്മിറ്റ് ചെയ്യണം. പിന്നെ അതിനു മുമ്പായിട്ട് ഇനി എന്താ നിങ്ങൾക്ക് ചെയ്യാനും പറയാനുള്ളത്? തികച്ചും നിങ്ങൾ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ടുള്ള തെളിവുകളാണ് ഇവിടെ കിട്ടിയത് മുഴുവൻ. പ്രത്യേകിച്ച് ആ ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഡ്രൈവർ ഫായിസ് പറഞ്ഞതടക്കം, അതായത് അവൻ പറഞ്ഞത് നിങ്ങൾ വിളിച്ചിട്ടാണ് കൊണ്ടുപോയത്, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മകളാണ് പറഞ്ഞയച്ചത് എന്നൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെ നോക്കുകയാണെങ്കിലും വിപരീതമായിട്ടുള്ള തെളിവുകളെല്ലാം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ പറയുന്നതിൽ ഒരു സത്യം പോലും ഇവിടെ ഓപ്പണായിട്ട് ഇവിടെ കാണുന്നില്ല. നിങ്ങളെല്ലാം പറഞ്ഞത് കാര്യം അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ എതിരായിട്ടുള്ള തെളിവുകൾ വന്നപ്പോൾ പിന്നീട് ഒന്നും പറയാനില്ല കുഞ്ഞിക്കതിയ. എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യന്മാർ അത്രയധികം ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾക്കുള്ള വിധി നടപ്പാക്കുകയാണ്. സാറേ, നിങ്ങൾ അങ്ങനെ ആക്കാൻ പറ്റില്ല. എൻ്റെ ഭർത്താവിന് ഇതൊക്കെ അറിഞ്ഞിക്കണമെങ്കിലേ ആകെപ്പാട് എൻ്റെ ഭർത്താവ് എന്നെ സമ്മതിക്കൂല. കാര്യം സ്വന്തം മോള് ഞങ്ങളെതിരായി പറയുകയാണെങ്കിൽ എൻ്റെ ഭർത്താവുണ്ടല്ലോ, അവർ ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം. എന്നാൽ പെട്ടെന്ന് തന്നെ അതാ ഭർത്താവ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷമ്മാസിന് ഓർമ്മ വന്നത് മറ്റൊന്നുമല്ല, ഭർത്താവിനെ അത്യധികം ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് അവര്. മാത്രമല്ല കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച മക്കള്, അനിയത്തിമാര്, ഭാര്യ ഒക്കെയുണ്ട്. ഇനിയിപ്പോൾ അതും കൂടെയാണ് ഈ ചങ്ങായി എടുത്ത് പറയണത്. വല്ലാത്തൊരു പുതുമ തന്നെയാണ്. ഇങ്ങനെ ഉണ്ടാവുമല്ലോ മനുഷ്യന്മാര്. ശരിക്കും അതാ കുഞ്ഞിക്കതയെ ഷമ്മാസിനെ ദേഷ്യത്തിൽ നോക്കുന്നു. ഹെടാ, നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നുള്ള രീതിയിൽ ദേഷ്യത്തോടെ നോക്കുന്നു. എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എന്നെ രക്ഷപ്പെടുത്തും, അത് ഉറപ്പാണ്. ശരിക്കും ഷമ്മാസിന് ചിരിയാണ് വന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ അതാ അവർ കോടതി പറയുന്നത്, ഭർത്താവ് നിങ്ങളുടെ ഭാഗമാണോ? ഭർത്താവ് നിങ്ങൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കോ? പൊന്നു സാറേ, ഭർത്താവ് എല്ലാം വിശ്വസിക്കും. കാരണം ഭർത്താവിനറിയാം ബാക്കിയുള്ളവർക്കൊന്നും ഒരു നന്ദില്ല. എന്താ ചെയ്യുക, എൻ്റെ വിധി അങ്ങനെയായിരിക്കും. എത്രയേ നല്ലോണം നോക്കിയിട്ട് പോലെ
ഇന്ന് ഇത്രമാത്രമാണ് ബുദ്ധിമുട്ടിക്കുന്നത്. എന്നാൽ ഈ സമയം ഷമ്മാസിനും നവാസിനും ചിരിയാണ് വന്നത്. പാവം ആ സാധു മനുഷ്യനെ, അബൂബക്കർ എന്ന പേരുള്ള മനുഷ്യനെ അത്യധികം അവൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. സർ, ഇവര് പറയുന്നത് അതും തികച്ചും തെറ്റാണ്. അതായത് എന്താണെന്ന് വെച്ചാല് ഇവരുടെ ഭർത്താവും അത്യധികം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നതാണ്. ഓഹോ, അപ്പൊ കുഞ്ഞിക്കതിയെ പറഞ്ഞത് സാറേ ഇവര് പറയുന്നത് പച്ച കള്ളാനിട്ടോ, ഇവരുടെ എല്ലാം അങ്ങോട്ട് വിശ്വസിക്കല്ലേ നിങ്ങള്? എന്റെ ഭർത്താവിനെ ഞാൻ പൊന്നു പോലെ നോക്കിക്കണേ. ഓഹോ, അങ്ങനെയാണല്ലേ. എന്നാൽ നിമിഷങ്ങൾക്കകം തന്നെ ഷമ്മാസ് അവിടെ നിന്നും വീണ്ടും പുറത്തേക്ക് പോയി. അദ്ദേഹം തിരിച്ചു വന്നത് ശരിക്കും സൗദയുടെ ഉപ്പയുമായാണ്, അതായത് കുഞ്ഞിക്കതിയുടെ ഭർത്താവ് അബൂബക്കറുമായി. എന്നാൽ അവരെ കണ്ട കുഞ്ഞിക്കതിയെ ശരിക്കും ഞെട്ടിപ്പോയി. ഇയാളെയും കൂട്ടി വന്നിക്കണോ? ചെങ്ങന്റെ മകൻ കണ്ണെടുത്ത കണ്ടൂടാ. കുഞ്ഞിക്കതിയെ ഭർത്താവിനെ നോക്കി വിതുമ്പി. എന്നാൽ ഷമ്മാസ് പിന്നെ ഒന്നും പറഞ്ഞില്ല. എന്നാൽ അദ്ദേഹത്തോടായിരുന്നു പിന്നീട് കോടതിയുടെ ചോദ്യം. അല്ല ഇക്ക, നിങ്ങളുടെ പേര്? എൻ്റെ പേര് അബൂബക്കർ എന്നാണ്. എന്താ നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം? അതായത് നിങ്ങളുടെ ഭാര്യ പറയുന്നു അവര് പറഞ്ഞ സത്യങ്ങളെ അതിനെപ്പോഴും കൂട്ടു നിന്നിട്ടേ ഉള്ളൂ നിങ്ങൾ, അല്ലാതെ ഒരിക്കൽ പോലും എൻ്റെ ഭാര്യ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എൻ്റെ ഭർത്താവ് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നിങ്ങളെ കൊണ്ടുവന്നത്. ബഹുമാനപ്പെട്ട കോടതി, എൻ്റെ ഭാര്യ കുഞ്ഞിക്കതിയ എന്ന് പറഞ്ഞ സ്ത്രീ, എനിക്കവരെ ഭയമാണ്. എൻ്റെ മക്കളുടെ കാര്യത്തിലും ഒക്കെ എനിക്ക് നല്ല ഭയമുണ്ട്. അതായത് അവർ ഒന്നിനും മടിക്കാത്തതാണ്. എന്നെയും എൻ്റെ 2 ചെറിയ മക്കളും ഇപ്പോൾ എൻ്റെ കൂടെ തന്നെയാണ് താമസം. അതുമാത്രമല്ല, പീഡനം സഹിക്ക വയ്യാതെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതാണ്. ഒരിക്കൽ പോലും വീട്ടിലേക്ക് പോലും കയറ്റാത്ത അവസ്ഥയായിരുന്നു. എന്താ ചെയ്യുക, അങ്ങനെ എൻ്റെ വിധിയായിപ്പോയി. പക്ഷേ എൻ്റെ ഭാര്യയെയും മക്കളെയും അവൾ വെറുതെ വിടുന്നില്ല. അവൾ അത്രക്കും ഒരു വീട്ടിൽ നിന്ന് പോലും, എൻ്റെ സ്വന്തം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ നിന്ന് പോലും അവരെ ഇറക്കി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി, എനിക്ക് എൻ്റെ ഭാര്യയെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്ന് വെച്ചാൽ ഒരു നല്ലതും പറയാനില്ല. തികച്ചും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിലും പിന്നെ എൻ്റെ മകൾക്ക് സുഖമില്ലാതായ കാര്യത്തിൻ്റെ പിന്നിലൊക്കെ അവൾ തന്നെയാണ്, വേറെ ആരുമല്ല. ഒരിക്കലും ഞാൻ അവളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞതല്ല. എന്തായാലും ഒന്ന് ഉപദേശിക്കണം. ഇനിയും ഒരാളെ ഉപദ്രവിക്കാൻ അവൾക്ക് തോന്നരുത്. കാര്യം അവൾക്ക് ഒരാൾ ബുദ്ധിമുട്ടാകുക, ഇടങ്ങാറാകുക എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് അത്രക്കും ഇഷ്ടമാണ്. അവൾക്ക് അവളുടെ സുഖവും സന്തോഷവും മാത്രമാണ് വലുത്, മറ്റാരുമല്ല, മറ്റൊന്നുമല്ല. ബഹുമാനപ്പെട്ട കോടതി, ഞങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. എൻ്റെ ഭാര്യയും മക്കളും പേടിച്ചാണ് കഴിയുന്നത്. അത്രക്കും മോശമായ രീതിയിലാണ് അവളുടെ സ്വഭാവവും കാട്ടിക്കൂട്ടലൊക്കെ. ദയവായി എനിക്ക് പറയാനുള്ള മറ്റൊന്നുമല്ല, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം, പക്ഷെ ഉപദ്രവിക്കരുത് എന്ന് പറയണം. ശരിക്കും അതാ സൗദയുടെ പിതാവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ കോടതി വരെ ഞെട്ടിപ്പോയി. അപ്പോൾ എല്ലാവരെയും, കുടുംബത്തിലെ എല്ലാവരെയും ഇവര് ബുദ്ധിമുട്ടിക്കാണ്. അവരുടെ ഇഷ്ടങ്ങളും സുഖങ്ങളും മാത്രമാണ് അവർ ലക്ഷ്യമാക്കുന്നത് അല്ലേ? എന്തിനാണ് കുഞ്ഞിക്കതിയ ഇത്രമാത്രം ക്രൂരയാകുന്നത്? അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സുഖമാണ് അങ്ങനെയൊക്കെ. അതല്ല, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയധികം ക്യാഷ്? അതുകൂടെ പറയൂ. പൊന്നു സാറേ, നിധി കിട്ടിയതാണ്. നിധി, അതെ, ഞങ്ങളെ പഴയ വീടിൻ്റെ അവിടെ ബാക്കിൽ അവിടെ ഒരു നിധി ഉണ്ടെന്ന് പറഞ്ഞു. അത് മാന്തി എടുത്തതാണ്. അല്ലാതെ ഒരിക്കലും ആരും ഒന്നും പൈസ തന്നിട്ടൊന്നല്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ സ്വർണ്ണാഭരണങ്ങളും വളകളും സ്വർണ്ണ നാണയങ്ങളും കിട്ടി. നിധി കിട്ടിയതാണ്, അല്ലാതെ ആരും തന്നതല്ല. ശരിക്കും നവാസും ഷമ്മാസും ഞെട്ടിപ്പോയി. അതെ, വീണ്ടും പച്ചക്കള്ളം പുലമ്പുന്നു തള്ളച്ചി. കാര്യം ഇത്രയൊക്കെ തന്നെ തെളിവുകൾ ഹാജരാക്കിയിട്ടും അവർ നിയമത്തിൻ്റെ അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിധി കിട്ടിയിട്ട് നിങ്ങളെന്താ പോലീസിനെ അറിയിക്കാതിരുന്നത്? പൊന്നു സാറേ, നമ്മളെ കാരണവന്മാരെ കുഴിച്ചിട്ട് നിധി എടുക്കണേന് ഇപ്പം എന്തിനാ പോലീസിനെ വിളിക്കണേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനത് വിറ്റ് എൻ്റെ വീടുണ്ടാക്കി, വീടും സ്ഥലം ഇതൊക്കെ ഞാൻ വാങ്ങിയതാണ്. ശരിക്കും അതാ നവാസ് പോലും ഞെട്ടിപ്പോയി. എവിടെ ആ ഒരു കൊച്ചു കുടിലിൽ അങ്ങേയറ്റം വളരെയധികം വിഷമത്തിൽ കഴിഞ്ഞിരുന്ന ആ ഒരു സമയത്ത് സൗദയെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാനായിരുന്നു അവർക്ക് സ്ഥലം വാങ്ങി വലിയ വീടൊക്കെ വെച്ചെടുത്തത്. അതും എൻ്റെ ഉമ്മ, എൻ്റെ ഐഷമ്മ പോലും അറിയാതെയായിരുന്നു. എന്നിട്ടിപ്പോൾ നിധി കിട്ടിയതാണെന്ന് പറയുന്നത് കേട്ടില്ലേ? ശരിക്കും നവാസിനെ കോടതി ചോദ്യം ചെയ്യുന്നു. അതായത് നിങ്ങൾ പറഞ്ഞല്ലോ
നിങ്ങൾ അധ്വാനിച്ച് ക്യാഷ് കൊണ്ടാണ് ഇവർക്കെല്ലാം വാങ്ങിക്കൊടുത്തത്, എല്ലാം വീട് വെച്ച് കൊടുത്തതൊക്കെ നീ പറഞ്ഞല്ലോ. അപ്പോൾ നിധി സർ, അവരുടെ കള്ളത്തരങ്ങൾ മുഴുവനായിട്ട് തെളിയിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് കളവ് പറയേണ്ട ഒരു ആവശ്യമില്ല. അത് കളവ് പറഞ്ഞിട്ട് എന്താ? ഒരിക്കലും ഇവിടെ കളവ് പറഞ്ഞ് രക്ഷപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. നാളെ ഒരു ലോകമുണ്ട്, ഞാൻ അതിൽ വിശ്വസിക്കുന്നതാണ്. ഒരിക്കൽ പോലും ദുനിയാവ് എന്നുള്ള ചിന്ത മാത്രം ഞാൻ ചിന്തിക്കാറില്ല. അതിൻ്റെ ആവശ്യവുമില്ല. കാരണം ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെട്ടാലും നാളെ മറ്റൊരു ലോകം വരാനുണ്ട്. അവിടെ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പറയും? അതുകൊണ്ട് എനിക്ക് കളവ് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടൊന്നും കിട്ടാറില്ല. ഞാൻ എൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെ ഞാൻ അയച്ചതും കാര്യങ്ങളും അതൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു. ഇനി ഒരിക്കലും അവർക്ക് നിധി കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്ത ഫോണ് ആ അക്കൗണ്ടിലേക്കാണ്, ആ ഫോണുമായി ബന്ധിപ്പിച്ച ആ നമ്പറുമായി ബന്ധിപ്പിച്ച അക്കൗണ്ടിലേക്കാണ് ഞാൻ എൻ്റെ ബാലൻസ് ക്രെഡിറ്റ് ആക്കിയിട്ടുള്ളത്. അതെനിക്കറിയാം. അതിൻ്റെ തെളിവ് ഞാൻ കാണിച്ചതുമാണ്. പിന്നെ നിധി കിട്ടിയോ, സ്വത്ത് കിട്ടിയോ, അല്ലെങ്കിൽ കൊള്ളലാഭം കിട്ടിയോ, അതൊന്നും എനിക്കറിയില്ല. എനിക്ക് അതിനെക്കുറിച്ച് താല്പര്യവുമില്ല അറിയാൻ. സാറേ, അതെനിക്ക് നിധി കിട്ടിയത് തന്നെയാണ്. അതെനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങളെ വീടിൻ്റെ അപ്പുറത്തെ പഴയ വീടിൻ്റെ അടുപ്പൊന്ന് പൊളിച്ചണ സമയത്ത് എന്തോ ഒന്നില് എൻ്റെ കൈക്കോട്ട് അവിടെ തട്ടി, അതിൽ കിണും എന്ന് പറഞ്ഞൊരു ഒച്ച കണ്ട് കേട്ടു. ആ ഒരു ഒച്ച കണ്ട് കേട്ടേക്ക് പിന്നെ ഇപ്പം ഏതാ വെച്ചിട്ട് നോക്കിയപ്പോൾ ഒരു മൺകുടം. ആ ഒരു മൺകുടത്തിൽ പൊന്നാരൻ്റെ സാറേ കുറേ പണ്ടും പണവും അങ്ങനെ സ്വർണ്ണ നാണയങ്ങളും ചെമ്പ് നാണയങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു വലിയ വലിയ മാലയും വലിയ വലിയ രാജാക്കന്മാർ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഓരോ വണ്ണുള്ള വളകളും മാലകളും ഒക്കെ ആയിട്ട് കുറച്ച് സ്വർണ്ണ നാണയമൊക്കെ അന്ന് എനിക്ക് കിട്ടിയതാണ്. ഞാനത് ആരോടും മുണ്ടിയിട്ടില്ല. അതുകൊണ്ട് പേരയും കൂടിയൊക്കെ ഉണ്ടാക്കി വിറ്റ് കണ്ട് എല്ലാവരും ചോദിച്ചു. ഞാൻ പറഞ്ഞു മരുവൻ്റെ പൈസ ആയിട്ടാണെന്ന് എല്ലാവരോടും പറഞ്ഞത്. നിധി കിട്ടിയതാണ് സാറേ. ശരിക്കും അതാ കുഞ്ഞിക്കതിയുടെ ആ ഒരു പച്ചക്കള്ളം കേട്ട് കോടതിയിലുള്ളവർ ആകപ്പാടെ ഞെട്ടി. ഈ സ്ത്രീ വല്ലാത്ത തന്നെ. ഒരു തെളിവായിട്ട് വരുമ്പോൾ അപ്പോഴേക്കും ആ സ്ത്രീ മറ്റോരോ കളവുമായി വരികയാണല്ലോ. ശരിക്കും കുഞ്ഞിക്കതിയുടെ ആ ഒരു കുബുദ്ധി അവിടെ വിജയിക്കും എന്ന് കരുതിയത് കൊണ്ട് തന്നെയാണ് അവർ പുതിയ പുതിയ കളവുമായി അതാ മുന്നോട്ട് വരുന്നത്. ശരിക്കും എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു കുഞ്ഞിക്കതിയുടെ കളവുകൾ അങ്ങനെ മുന്നേറി പോകുന്നത്. നിധിയാണ് പോലും. എന്നാൽ ആന്റണി വക്കീലും കുഞ്ഞിക്കതിയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു. ആന്റണി വക്കീൽ വരെ തോറ്റുപോകുന്ന രീതിയിലുള്ള വാക്കുകളാണ് കുഞ്ഞിക്കതിയ പ്രയോഗിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, ഇത്രക്കും ഒരു കളവ് പെട്ടെന്ന് കെട്ടിച്ചമക്കാൻ എങ്ങനെ തോന്നി എന്നുള്ള രീതിയിലാണ് വക്കീലിനെ പോലും വെല്ലുന്ന രീതിയിലായിരുന്നു ശരിക്കും കുഞ്ഞിക്കതിയുടെ പച്ചക്കള്ളവും അവർ പുറത്തു പറഞ്ഞിരുന്നത്. എന്നാൽ ജഡ്ജി ചോദിച്ചു, അല്ല കുഞ്ഞിക്കതി, എന്നിട്ടാ നിധി കിട്ടിയിട്ട് അതൊക്കെ എന്ത് ചെയ്തു? പൊന്നാരൻ്റെ സാറേ, നല്ല വിലയാണ് അവിടെ. ഒരു സെന്റിന് സ്ഥലത്തിന് തന്നെ 4-5 ലക്ഷം ഉറുപ്പ്യ വില ഉണ്ട്. പിന്നെ കുറച്ച് സ്ഥലം വാങ്ങി, പിന്നെ അതിൽ നല്ലൊരു വീട് കണ്ടുണ്ടാക്കി. വീടിന് തന്നെ അത്യാവശ്യം എത്ര കോടിക്കണക്കിന് ഉറുപ്പ്യ വയ്ക്കണേ. ഞങ്ങളെ വീട് സാറ് കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ നിധി കിട്ടാതപ്പോ ഞങ്ങൾക്ക് എവിടുന്ന് കിട്ടാനാ? എന്നാൽ അതെല്ലാം കേട്ട് നവാസ് ഒന്നും മിണ്ടാതെ നിന്നു. കാര്യം മറ്റൊന്നുമല്ല, ഇത്രക്കും കളവ് പറയുന്ന ഒരു സ്ത്രീയുടെ മകളെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത് എന്ന് ഓർത്ത് അവനക്ക് തന്നെ വല്ലാത്ത നിരാശ തോന്നി. ഏത് സമയത്താണ് എനിക്കിതിന് തോന്നിയത്? നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഒരു കുടുംബം രക്ഷപ്പെട്ടോട്ടെന്ന് വിചാരിച്ചിട്ട് റജിനത്തെ ഉണ്ടാക്കിയതാണ് ഈ ഒരു വിവാഹം. പക്ഷേ അവർക്ക് രക്ഷപ്പെടാൻ എല്ലാ ചാൻസുകളും എല്ലാം ഞാൻ കൊടുത്തു. എന്നിട്ട് പോലും അവര് അത്രക്കും മോശമായ രീതിയിലുള്ള കള്ളം പറഞ്ഞുകൊണ്ട് അവർ വിജയിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ഷമ്മാസിന്റെ മുഖത്തേക്ക് നോക്കി നവാസ് പറഞ്ഞു, ഷമ്മാസ്, ഈ സ്ത്രീ ഒരിക്കലും നന്നാവില്ല. നമുക്ക് ഇവരുമായി കേസിന് വരണ്ട. അവരെന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. എന്ത് ശിക്ഷ അനുഭവിക്കാനും ഞാൻ തയ്യാറാണ്. നവാസിന്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും ഷമ്മാസ് പറഞ്ഞു, എന്തിന്? തെറ്റ് ചെയ്തവർ മാത്രം ശിക്ഷ അനുഭവിച്ചാൽ മതി. അല്ലാതെ തെറ്റ് ചെയ്യാത്ത നിരപരാധികൾ ഒരിക്കലും ശിക്ഷ അനുഭവിക്കേണ്ട ഒരാവശ്യവുമില്ല. കോടതിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുവാൻ അതാ നവാസ് ആവശ്യപ്പെടുമ്പോൾ ഞാൻ ശിക്ഷ അനുഭവിച്ചോളാം. ഷാമോൻ, നീ പോയിക്കോ. എന്തായാലും ഈ സ്ത്രീ അത്രക്കും പച്ചക്കള്ളമാണ് മെനഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും എനിക്ക് ഇവരുടെ മകളുമായോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ചേരുവാനോ താല്പര്യമില്ല. സത്യമായിട്ടും ഞാൻ ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചോളാം. ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയാലും മകളെ ഉപദ്രവിച്ചുവെന്നോ പീഡിപ്പിച്ചുവെന്നോ എന്തൊക്കെ തന്നെ
അവരെന്നെ കൊണ്ട് പറഞ്ഞുണ്ടാക്കിയാലും നോ പ്രോബ്ലം, കുഴപ്പമില്ല. ഞാൻ ശിക്ഷ അനുഭവിച്ചോളാം. അല്ലാതെ ഇപ്പം എന്താ, എനിക്കൊന്നുമില്ല. കാര്യം അവർ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പം നിധി കിട്ടലും ഞാനൊന്നുമല്ലാതെയായി. ഞാൻ ഒരു കാര്യത്തിലും ഇല്ല, അവർക്കൊന്നും ഞാൻ കൊടുത്തിട്ടുമില്ല. ആ രീതിയിലായി മാറി ഞാൻ. ഇനി ഒരിക്കൽ പോലും ഞാൻ അവരുമായൊരു ബന്ധത്തിനുമില്ല. ഇക്ക, നവാസ്ക, എന്തൊക്കെ നിങ്ങൾ പറയുന്നത്? ഒരിക്കൽ പോലും അങ്ങനെ നിങ്ങൾ പറയല്ലേ. സത്യം വിജയിക്കണം. കളവിനൊരിക്കലും നമ്മൾ സപ്പോർട്ട് കൊടുക്കരുത്. ഷാമോൻ സപ്പോർട്ട് കൊടുക്കുകയല്ല. അവരുടെ സ്വഭാവം, അവരൊരിക്കലും നന്നാവില്ല. നമ്മൾ എത്രയൊക്കെ തന്നെ കൊടുത്താലും, നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്തു കൊടുത്താലും അവർക്കൊരിക്കലും നന്നാവാൻ താല്പര്യമില്ല. അവർക്ക് ഇഷ്ടമില്ല. അവർക്ക് എപ്പോഴും കളവും വഞ്ചനയും ഫസാദും മാത്രമാണ് അവരുടെ ജീവിതത്തിലെ ലക്ഷ്യം. അവർക്ക് പടച്ചോനെ ഭയമില്ല. നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്തു കൊടുത്താലും ഒരു കാര്യമില്ല ഷാമോൻ. അവരങ്ങനെ തന്നെ ജീവിക്കും, അവരങ്ങനെ തന്നെ തുടരും, അതെനിക്ക് ഉറപ്പുണ്ട്. ശരിക്കും അതാ നവാസിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഷമ്മാസ് ഒന്ന് ഞെട്ടി. അതെ, ഒരിക്കലും അങ്ങനെ പറയരുത്. എന്നാൽ അതാ പെട്ടെന്ന് നവാസിന്റെ കൈ പിടിച്ചുകൊണ്ട് ആ പിതാവ് പറയുന്നു, പൊന്നുമോൻ, നീ അവൾക്ക് വേണ്ടി ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കരുത്. അവർ ഇനിയും ഒരുപാട് ആളുകളെ വേദനിപ്പിക്കും. അതുകൊണ്ട് ശിക്ഷ അനുഭവിക്കാൻ അവള് തികച്ചും ബാധ്യസ്ഥയാണ്. ഒരിക്കൽ പോലും മോനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു. എന്നിട്ട് പോലും അവള് നിധി കിട്ടി എന്നതിൻ്റെ പെരും കള്ളവും പച്ചക്കള്ളവും പറഞ്ഞ് അവൾ വീണ്ടും ആളാകുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വിട്ടുകൊടുക്കരുത്. എന്നാൽ ആ പിതാവ് പറഞ്ഞു, എൻ്റെ ഭാര്യയായ കുഞ്ഞിക്കതിയ, അതെ, അത്രക്കും മോശമായ രീതിയിലുള്ള പെരുമാറ്റം കാരണം കൊണ്ടും എന്തുകൊണ്ടും എനിക്ക് അവളെ ഇനി ഒരിക്കലും ഭാര്യ എന്നുള്ള സ്ഥാനത്ത് ഞാൻ അവളെ സ്വീകരിക്കില്ല. അത്രക്കും മോശം പ്രവൃത്തികളാണ് അവൾ ചെയ്തു കൂട്ടുന്നത്. ഇപ്പോഴും കളവുകൾ പറഞ്ഞ് അവൾ അത്രക്കും മോശമായി തീർന്നിരിക്കുന്നു. ഇത്ര പ്രായമായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നന്മ വേണ്ടേ ഒരാൾക്ക്? പക്ഷെ മറിച്ച് അവൾ പുതിയ തെറ്റുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്രക്കും പരിതാപകരമാണ് അവളുടെ അവസ്ഥ. ശരിക്കും ആ പിതാവിന്റെ വാക്കുകൾ കേട്ട് കുഞ്ഞിക്കതിയെ വിളിച്ചു പറഞ്ഞു, അതെ, മോളെ പ്രായമുള്ള പെണ്ണിനെയും കെട്ടി കുട്ടികളായിട്ട് നടന്നോളി ഇങ്ങള് പടുകിളവൻ. ഇത്രക്കും മോശമായ രീതിയിലുള്ള ആളുകളൊന്നും ഉണ്ടാവില്ല. എന്നാൽ അപ്പോഴേക്കും കോടതിയുടെ കൽപ്പന വന്നു, നിങ്ങളിവിടെ പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ അതും ഇതും ഇവിടെ പറയരുത്. ഇവിടെ കേസിന് ആസ്പദമായ സംഭവങ്ങൾ മാത്രം പറഞ്ഞ് നിങ്ങൾ കേസ് അവസാനിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. പെട്ടെന്ന് തന്നെ തീരുമാനമാകുന്നതാണ്. കുഞ്ഞിക്കതിയ, നിങ്ങൾ എടുത്ത ആ ഒരു നിധി, അതിനും തെളിവുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ. ശരിക്കും കുഞ്ഞിക്കതിയ ഞെട്ടിപ്പോയി. ഇനിയിപ്പോൾ അതും തെളിവാണോ? അതെ, അത് തെളിവ് വേണം. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ പഴയ വീടിന്റെ അടുപ്പ് പൊളിച്ചപ്പോൾ കിട്ടിയതാണ് നിധി എന്ന്. കാരണവന്മാർ കുഴിച്ചിട്ട് പോയതാണ്, എൻ്റെ ബാപ്പന്മാരൊക്കെ കുഴിച്ചിട്ട് പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അതിന് തെളിവില്ലാതെ സംഭവം ഒന്നും നടക്കില്ല കേട്ടോ. എല്ലാത്തിനും തെളിവുണ്ടെങ്കിൽ മാത്രം. നിങ്ങൾക്കെതിരെയുള്ള ഒരുപാട് തെളിവുകൾ ഇവിടെ ഇപ്പോൾ ഇവര് കാണിച്ചു തന്നു. തികച്ചും തെറ്റുകാരി കുഞ്ഞിക്കതിയ തന്നെ. പക്ഷേ നിധി കിട്ടി. അതും കൂടി ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇളവ് പക്ഷേ ലഭിക്കുമായിരിക്കും. ഇവരൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി പറയുകയാണ്. പെട്ടെന്ന് ആന്റണി സാർ പറഞ്ഞു, സാർ, അങ്ങനെ ഒരാൾ തള്ളി പറയാൻ പാടില്ല. അത് അവർക്ക് നിധി കിട്ടിയിട്ടുണ്ട്. ആ നിധി കിട്ടിയതിൽ തന്നെയാണ് അവരുടെ ആഭരണങ്ങളും എല്ലാം അവർ ഉണ്ടാക്കുന്നത്. തികച്ചും നിധി കിട്ടുക എന്നുള്ളത് അതെന്താ മനുഷ്യ സഹജമല്ലേ? എല്ലാവർക്കും കിട്ടുന്ന ഒന്നാണല്ലോ നിധി എന്നുള്ളത്. അതിപ്പോ കിട്ടില്ലെന്ന് ആര് പറഞ്ഞു? ഞങ്ങളുടെ അയൽവാസി മണിയേട്ടൻ, അയാൾക്ക് നിധി കിട്ടിയതാണ്. അയാളുടെ വീടും വാഹനങ്ങളും കൃഷിയിടവും സ്ഥാപനങ്ങളുമെല്ലാം കണ്ടാൽ നിങ്ങൾ എന്ത് പറയും? ഇല്ല എന്നൊരിക്കലും നിങ്ങൾ വകവെക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ നടക്കുന്ന നാട്ടു നടപ്പാണ്. നിധി ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയുകയും വേണ്ട, നിങ്ങൾ പരിഹസിക്കുകയും വേണ്ട ഒരിക്കൽ പോലും. നിധിയുണ്ട്, നിധി കിട്ടിയത് തന്നെയാണ് കുഞ്ഞിക്കതിയാക്ക്. പെട്ടെന്ന് തന്നെ അതാ ആന്റണി വക്കീൽ അയാളുടെ കീശയിൽ നിന്ന് ആ സ്വർണത്തിന്റെ 1.5 പവന്റെ വളയെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, കണ്ടോ, നിധി കിട്ടിയിൽ നിന്നാണ് എനിക്ക് വരെ സമ്മാനങ്ങൾ തന്നിട്ടുള്ളത്. ശരിക്കും ജഡ്ജി പറയുന്നു, ഓഹോ, അപ്പോ അങ്ങനെയും നടക്കുന്നുണ്ടല്ലേ? എന്തായാലും സത്യം മാത്രമേ ഞങ്ങളിവിടെ വിജയിപ്പിക്കുള്ളൂ. നിധി കിട്ടിയതിന് തെളിവ് വേണം. എവിടെ നിന്നാണ് കിട്ടിയത്? ഫോറൻസിക് വിദഗ്ധരെ പറഞ്ഞേക്കണം. അതിനനുസരിച്ച് അവര് അത് നോക്കിയിട്ട് എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പിച്ചാൽ മാത്രമേ നിങ്ങൾ എടുത്തതാണ് ആ വീടും സ്ഥലവും, ഇത് മരുമകൻ തന്നതല്ല എന്നതിനും തെളിവാവുകയുള്ളൂ. എന്തൊക്കെ തന്നെയാലും അതാ കുഞ്ഞിക്കതിയ ശരിക്കും പെടുന്ന ഒരവസ്ഥയിൽ തന്നെയാണ്.
എന്നാൽ അപ്പോഴേക്കും പോലീസുകാരോട് അതിൻ്റെ അന്വേഷണത്തിലുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ ഈ സമയം കുഞ്ഞിക്കതിയ അതാ ആൻ്റണി വക്കീലിനോട് പറഞ്ഞു, സാറേ എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കണം, അല്ല ഞാൻ പറ്റൂല. അതെ, എന്തെങ്കിലും ഒന്ന് അംശങ്ങളെ അവിടെ കൊണ്ടിടാൻ ഞാൻ പറ്റൂല. തൽക്കാലം ഇന്നത്തെ കോടതി ഇവിടെ പിരിയുന്നു. ഇനി നിങ്ങളുടെ നിധി കിട്ടിയ ആ ഒരു തെളിവുമായിട്ടാണ് നിങ്ങൾ വരേണ്ടത്. ഇതുവരെയുള്ള തെളിവുകളൊക്കെ നിങ്ങൾക്ക് ശരിക്കും വിപരീതമായിട്ടാണ് ഉള്ളത്. നിങ്ങൾ പറഞ്ഞതല്ല ഒരിക്കലും. ഇവരുടേത് വേറെ രീതിയിലാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഇനി അതുകൂടി കിട്ടിയിട്ട് നമുക്ക് വേഗം അടുത്ത ശിക്ഷാ നിയമത്തിലേക്ക് നമുക്ക് കടക്കാം. അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങളുടെ മകള്, നിങ്ങളുടെ മരുമകന്, നിങ്ങളുടെ ഭർത്താവ്, മരുമകന്റെ അനിയൻ, ഇവരൊക്കെ തെളിവുകൾ നികത്തിയത് പ്രകാരം ഇനി നിധി കിട്ടിയത് അതും കൂടി അറിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കേസിലേക്ക് പ്രവേശിക്കാം. അതിൻ്റെ തെളിവ് കൂടി കിട്ടട്ടെ. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ ഒന്നുമില്ല, ബാക്കിയൊക്കെ ഓക്കെയാണ്. നിങ്ങൾക്ക് തികച്ചും നിങ്ങൾ പറയുന്നതിനോട് എതിരായിട്ടുള്ള തെളിവുകളാണ് ഇവിടെ നികത്തിയത് മുഴുവനും. ഓക്കെ കുഞ്ഞിക്കതിയ, എന്തെങ്കിലും പറയാനുണ്ടോ? പൊന്നു സാറേ, ഇവര് കള്ള കേസ് ഉണ്ടാക്കിക്കാണ്ട് കള്ളത്തെളിവ് വെച്ച് വന്നാലേ ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ വിട്ടുകൊടുക്കൂല. ഓൽക്കെതിരെ അതല്ല, അതിനപ്പുറവും ഞാൻ പറയും. അതെ, ഇത് കോടതിയാണ്. നിങ്ങൾ വെറുതെ കളവ് പുലമ്പാനുള്ളത് മാത്രമല്ല ഇവിടെ, ഇത് കോടതിയാണ്. അതിൻ്റെതായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദിസ് കേസ് പോസ്റ്റ്പോൺഡ്. നെക്സ്റ്റ് മൺഡേ തെളിവുകളുമായി ഹാജരാവണം കുഞ്ഞിക്കതിയ. അതെ, നിങ്ങൾക്ക് നിധി ലഭിച്ചതാണ് എന്നതിൻ്റെ തെളിവുകളുമായി. എങ്കിൽ മാത്രമേ ഇനി ഈ കേസ് മുന്നോട്ട് പോവുകയും അതുമാത്രമല്ല, അല്ല എങ്കിൽ നിങ്ങളെ ഈ നിമിഷം തന്നെ ജയിലിലേക്ക് കൊണ്ടുപോകേണ്ട വിധിയാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് മാത്രം 2 ദിവസം കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അതുകൂടി നിങ്ങൾ ഓക്കെ ആക്കി കഴിഞ്ഞാൽ മാത്രം. അല്ല എങ്കിൽ ഇന്ന് തന്നെ ഇതാ നിങ്ങളെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുവാനുള്ള എല്ലാ തെളിവുകളും ഇവിടെ ലഭിച്ചു കഴിഞ്ഞു. സാറേ, അത് ഞാൻ വെറുതെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നവാസ് ഒന്നും പിന്നെ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല. കാര്യം അവരോട് എന്തൊക്കെ തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. കള്ളത്തരത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുഞ്ഞിക്കതിയ എന്ന് എല്ലാവർക്കും നിമിഷങ്ങൾക്കകം മനസ്സിലായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. കുഞ്ഞിക്കതിയ നിധിയുടെ തെളിവുകളുമായി വരുമോ? നമുക്ക് കാത്തിരിക്കാം.